ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബീഫ് കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി. ഇതിന്ന് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ബീഫ് ബോൺലെസ് ആണ്. അത് ഞാൻ നന്നായിട്ട് വിനാഗിരിയും ഉപ്പൊക്കെ തിരുമ്മി കഴുകിയെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ചേർക്കാൻ പോവുകയാണ്. ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് തിരുമ്മിയെടുക്കുക. ടോട്ടൽ ഒരു 8 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഞാൻ 2 സെറ്റായിട്ടാണ് വിസിലടുപ്പിക്കാറ്. ആദ്യം 4 വിസിൽ, പിന്നെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 4 വിസിൽ. അപ്പോൾ നന്നായിട്ട് വേഗം. ഇനി കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 വെല്ലുള്ളി, 15 ചെറിയുള്ളി, 1 വലിയ തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, വെളുത്തുള്ളി. ഇതുപോലെ ഉള്ളിയും തക്കാളിയും നല്ല നീളത്തിൽ മുറിച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തു, ചെറിയുള്ളിയും ചതച്ചെടുത്തു, കരിയാപ്പില 2 തണ്ടുണ്ട് കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായ ശേഷം 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇടുക. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കാനിടുക. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വെല്ലുള്ളിയും ചെറിയുള്ളിയും അതിലേക്ക് ഇടുക. നമ്മൾ ഉള്ളി എപ്പോഴും വേവിച്ച് പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഉള്ളി ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില എല്ലാം കൂടെ അതിലേക്ക് ഇടാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ച മണം മാറിക്കഴിയുമ്പോഴത്തേക്കും തക്കാളി, നീളത്തിൽ മുറിച്ച് വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. തക്കാളി വേകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇടാനുള്ള മസാലകൾ റെഡിയാക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, കുറച്ച് ഗരം മസാല, ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകത്തിൻ്റെ പൊടി, അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബൗളിലേക്ക് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ തക്കാളിയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ബോളാക്കി വെക്കാം മസാല. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബോൾ അതിലേക്ക് ഇതുപോലെ ഇടാം. നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ചെറിയൊരു മണം ഉണ്ടാവും. ആ പച്ചമണം പോകുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയിൽ വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ആ ബീഫ് വേവിച്ച് വെച്ച ഫുൾ ബീഫ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ 2 മിനിറ്റ് മതി ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്ത് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ആ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആകും. എപ്പോഴും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് വേണ്ടവർക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറി നന്നായിട്ട് തിളച്ച ശേഷം തീ കുറച്ച് വെച്ചിട്ട് മൂടി വെക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതുപോലെ മൂടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പർ പൗഡർ ഇടുക. അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റും കൂടെ അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ടോട്ടൽ ഇതിപ്പം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി റെഡിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ പറ്റിച്ചാണ് കഴിക്കേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചാൽ മതി. ഇതുപോലെ ചാറായിട്ട് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും.
അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു രീതിയാണിത്. ബാച്ചിലേഴ്സിന്, വർക്ക് ചെയ്യുന്നവർക്ക്, സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ തന്നെ ഇതുപോലെ ബീഫ് വേവിച്ച് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു നല്ല രീതിയാണിത്. ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.